പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ജനത്തെയും പരിവാരങ്ങളെയും ഈ ജാതികളുടെ മധ്യത്തിൽ കൂടി നയിച്ചാൽ ജനം ഈ ജാതികളുടെ ആക്രമണത്തിനും കവർച്ചയ്ക്കും ഇരയായി തീരുകയും കൂടാതെ അവർ ഭയപ്പെട്ട് ഈജിപ്തിലേക്ക് തന്നെ മടങ്ങി പോവുകയും ചെയ്യും. ഈ ദുരവസ്ഥ ഒഴിവാക്കാനാണ് മോശ ജനവാസമില്ലാത്ത സീനായ് മരുഭൂമി പ്രദേശത്തു കൂടി വഴി തിരഞ്ഞെടുത്തത്. മാത്രമല്ല, സീനായ് മരുഭൂമിയുടെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സീനായ് മലകളും മോശയ്ക്ക് വൈകാരികമായി ബന്ധമുണ്ടായിരുന്നു. അതായത്, ഈ മലമ്പ്രദേശങ്ങളുമായി മോശയ്ക്ക് 40 വർഷത്തെ പരിചയമുണ്ട്. ഇവിടെയാണ് താൻ ദിനംതോറും ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നിരുന്നത്. കൂടാതെ തനിക്ക് ദൈവിക ദർശനം ആദ്യമായി ഉണ്ടായതും ഇസ്രായേൽ ജനം പിൽക്കാലത്തേക്ക് പാലിക്കേണ്ട ചട്ടങ്ങളും പ്രമാണങ്ങളും കൊടുക്കണമെന്ന് വെളിപ്പെടുത്തിയതും ഇവിടെ വെച്ചാണ്. അങ്ങനെ എളുപ്പവും സൗകര്യമായ മാർഗത്തേക്കാൾ സുരക്ഷിതമായ മാർഗമാണ് മോശയ്ക്ക് ആവശ്യമായിരുന്നത്. ഈ ജനത്തിന് കനാനിലെത്തുവാൻ 40 വർഷങ്ങൾ വേണ്ടി വന്നു. മരുഭൂമിയിലെ അലച്ചിലും കഷ്ടപ്പെട്ട യാത്രയും ആഹാരം, ജലം എന്നിവ സംബന്ധിച്ച് പ്രശ്നങ്ങളും ഇസ്രായേൽ ജനം അഭിമുഖീകരിച്ചപ്പോൾ ഇതിലും നല്ലത് മിസ്രയീമിലെ അടിമത്തമായിരുന്നുവെന്നും ജനം മോശയോട് പല പ്രാവശ്യം പറയുകയും പിറുപിറുക്കുകയും ചെയ്തു. മോശയുടെ മനോധൈര്യം കെടുത്തുവാൻ മതിയായ അവയായിരുന്നു. എന്നാൽ ഈ അമാനുഷിക ശക്തി പല സന്ദർഭങ്ങളിലും വെളിപ്പെടുകയും